പക്ഷേ ഇപ്പോൾ 697 വോട്ടാണ്. അതായത് ഷൗക്കത്തിന്റെ ലീഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് നേരത്തെ പറഞ്ഞതുപോലെയാണ് പി വി അൻവർ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പി വി അൻവർ പ്രതീക്ഷിച്ച പഞ്ചായത്ത് തന്നെയാണ് വഴിക്കടവ് പഞ്ചായത്ത്. വഴിക്കടവിലാണ് ഏറ്റവും കൂടുതൽ സംഘടനാ രീതിയിലുള്ള അൻവറിന്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. എന്തായാലും അതിനുള്ളൊരു ഫലം ഇതിനകത്ത് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ആദ്യത്തെ റൗണ്ടിലെ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും രണ്ടാം റൗണ്ടിലേക്ക് കടക്കുമ്പോഴും പി വി അൻവർ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഷൗക്കത്തിന്റെ ലീഡ് ആദ്യത്തെ അത്രത്തോളം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ലീഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ വരെ ഇവിടെ ഡയറക്റ്റ് ഫൈറ്റ് ആണ്. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. പിന്നെ ചില സ്വതന്ത്രർ കൂടി മത്സരിച്ചിരുന്നു എന്നായിരുന്നു ഈ ആര്യാടൻ ഷൗക്കത്ത് അന്നും ഇന്നലെ പോലും പറഞ്ഞത്. പക്ഷേ ആ സ്വതന്ത്രൻ വോട്ട് പിടിക്കുകയാണ്. പി വി അൻവർ വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രണ്ടാം റൗണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 820 വോട്ടിന്റെ ലീഡ്. 820 വോട്ടിന്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് രണ്ടാം റൗണ്ട് വഴിക്കടവിൽ രണ്ടാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ 820 എന്ന നിലയിലേക്ക് 693 എന്ന് എഴുതി കാണുന്ന ഈ നമ്പർ മാറിയിട്ടുണ്ട്. 820ലേക്ക് മാറി. കണ്ടോ, അതാ നമ്മൾ പറയുമ്പോഴേക്കത് മാറി. അതിവേഗത്തിലാണ് നമ്മുടെ നമ്പർ സ്ക്രീനിൽ മാറ്റപ്പെടുന്നത്. 820 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. രണ്ടാം റൗണ്ട് പൂർത്തിയായി. ഒരു റൗണ്ട് കൂടിയുണ്ട്. ഏതായാലും രണ്ടാം റൗണ്ടിൽ 820 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്, ലീഡാണ് ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടായിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് 820 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ ഓരോ റൗണ്ട് എണ്ണം പൂർത്തിയാകുമ്പോഴും UDF പ്രവർത്തകരുടെ ആഹ്ലാദാരവങ്ങൾ കേൾക്കുന്നുണ്ട്. LDF പ്രവർത്തകരുടെ ക്യാമ്പിൽ പ്രസാദ് തുടരുന്നുണ്ടെങ്കിൽ പ്രസാദിനെ കേൾക്കാമെങ്കിൽ ഇപ്പോ ഈ രണ്ട് റൗണ്ട് പൂർത്തിയാകുമ്പോൾ 820, UDF-ന്റെ പ്രതീക്ഷ 1000, 1500 ആണ്. മൂന്നാം റൗണ്ട് കഴിയുമ്പോൾ അതിലേക്ക് എത്താൻ സാധിക്കുമോ ഈ നിലവിലെ പോക്കനുസരിച്ച്? ലക്ഷ്മി, ഒരു റൗണ്ട് കൂടി, അതായത് വഴിക്കടവ് പഞ്ചായത്ത് പൂർത്തിയാകണമെങ്കിൽ ഒരു റൗണ്ട് കൂടി കഴിയണം. അങ്ങനെ വരുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് 1000-ന് മുകളിൽ ലീഡാണ്. പക്ഷെ 1500-ന് മുകളിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ഒരു തരത്തിലും പ്രവചനം സാധ്യമാകുന്ന രീതിയിലല്ല ഒന്നാം റൗണ്ടും രണ്ടാം റൗണ്ടും വന്നിരിക്കുന്നത്. കാരണം അൻവർ അവിടെ വോട്ടുകൾ പിടിച്ചെടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ LDF-ന്റെ വോട്ടാണ്. അതോടൊപ്പം തന്നെ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ സ്വരാജിലേക്ക് പോകുന്നതിന് പകരം അത് അൻവറിലേക്ക് കൂടി പോകുന്നു എന്നൊരു സൂചനയുണ്ട്. എന്തായാലും മൂന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ കൃത്യമായി അറിയാൻ കഴിയും. UDF-ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും LDF-നാണ് അതിനകത്തൊരു പ്രതീക്ഷ വരുന്നത്. UDF വലിയ തോതിലുള്ള ഒരു ലീഡിലേക്ക് പോകാത്തത് LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. എന്തായാലും UDF പ്രതീക്ഷിച്ച രീതിയിൽ 1000-ന് മുകളിലേക്ക് ലീഡ് പോകും. അങ്ങനെ തന്നെയാണ് നമുക്കിത് വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അൻവർ വോട്ട് പിടിക്കുന്നു എന്നുള്ളത് അതിനിർണായകമായി മാറാൻ പോവുകയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേതുലക്ഷ്മി. അതാണ്, അതായത് അൻവർ എത്രമാത്രം വോട്ട് പിടിക്കും. നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ്, അൻവർ വോട്ട് പിടിക്കുന്നത് അനുസരിച്ചിരിക്കും വോട്ടിന്റെ വിധി എന്താണ് എന്ന് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വഴിക്കടവിൽ അൻവറിന് ഏറ്റവും പ്രതീക്ഷയുള്ള 2 ബൂത്തുകളുണ്ട്. അത് 34-ാം നമ്പർ ബൂത്ത് പഞ്ചായത്ത് അങ്ങാടി, 35-ാം ബൂത്ത് സ്റ്റേഷൻ കുന്ന്. ഈ 2 ബൂത്തുകളിലും അൻവർ ലീഡ് ചെയ്യും. അതായത് 2 പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളെക്കാൾ അൻവർ ലീഡ് ചെയ്യും എന്ന് 1239 എന്ന നമ്പറിലേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ നമ്പർ ഉയർന്നിട്ടുണ്ട്. 1239 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. രണ്ടാം റൗണ്ട് പൂർത്തിയായി. ഇനി മൂന്നാം റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ 1339 വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ UDF പ്രതീക്ഷിക്കുന്ന പോലെ ഒരുപക്ഷെ 1500-ലേക്കൊക്കെ എത്തുമല്ലേ? എത്തുമായിരിക്കും. ഏതായാലും 4 ഡിജിറ്റിലേക്ക് നമ്പറുകൾ എത്തിയിരിക്കുന്നു. ലീഡിന്റെ നില 1239 വോട്ടുകൾക്ക് സ്വരാജിനേക്കാൾ മുന്നിലാണ് ആര്യാടൻ ഷൗക്കത്ത്. 8:52 ഇപ്പോൾ സമയം. 1239 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് M സ്വരാജിനേക്കാൾ മുന്നിലാണ് ഇപ്പോഴും. പക്ഷേ കൃത്യം 1 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഏറെക്കുറെ ഒരു ലീഡ് ഉറപ്പിച്ചിരിക്കുന്നു UDF എന്ന് പറയാം. വഴിക്കടവ് UDF-ന്റെ കേന്ദ്രമാണ്. UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന, മൂത്തേടം കഴിഞ്ഞാൽ വഴിക്കടവിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ UDF വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ 1239 വോട്ടുകൾക്ക് മുന്നിലാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളത് UDF കേന്ദ്രങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ അടുത്ത് പോകുന്നത്, ഇപ്പം 3 റൗണ്ട് കഴിഞ്ഞാൽ വഴിക്കടവിലെ 3 റൗണ്ട് കഴിഞ്ഞാൽ പിന്നീട് മൂത്തേടമാണ്. മൂത്തേടത്തേക്ക് ഈ സാധാരണ 2021-ലേക്ക് ഒരു സാഹചര്യം വെച്ച് UDF-ന് കണ്ണമടച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് മൂത്തേടം. കാരണം ഭരണം കിട്ടാത്ത സമയത്ത് പോലും അവർ അവിടെ 2500-നോട് അടുത്തുള്ള വോട്ട് പിടിച്ച സ്ഥലമാണ് UDF മൂത്തേടത്ത്. അങ്ങനെയുള്ള മൂത്തേടത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും UDF-ന്റെ വോട്ട് നില ഇനിയും മെച്ചപ്പെടും, ഇതിൽ കൂടുതലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അപ്പോഴും ഈ വഴിക്കടവിൽ LDF വോട്ട് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത്, അവർക്ക് ലീഡിലേക്ക് എത്താനോ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി സ്വരാജ് വോട്ട് പിടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇടതു ക്യാമ്പിന് ആശ്വസിക്കാൻ വക നൽകുന്നതാണ്. ഇടതു ക്യാമ്പിന് സന്തോഷിക്കാൻ കൂടി വക നൽകുന്ന ഒന്നാണ്. നിശ്ചയമായിട്ടും LDF 6444 വോട്ട്
ആകെ പിടിച്ചിട്ടുണ്ട് 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ. UDF 7683, അൻവർ 2866 വോട്ട് രണ്ടാം റൗണ്ട് പൂർത്തിയായപ്പോൾ അൻവറിന്റെ പോക്കറ്റിലുണ്ട്. BJP 1148. UDFന്റെ ലീഡ് 1239. 1239 വോട്ടുകൾക്ക് എം സ്വരാജ് പിന്നിട്ട് നിൽക്കുകയാണ് എന്ന വിവരമാണ് നമുക്ക് 8:53 എന്ന ഈ സമയത്ത് പറയാനുള്ളത്. 1239 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും അണികളുടെയും ഇടതുപക്ഷ UDFൻ്റെയും പ്രവർത്തകരുടെ ആകെ മുഖത്ത് ചിരിയാണ്. ആ ചിരിയെ പ്രതിനിധാനം ചെയ്യുന്ന ചിരി ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് AI ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ദൃശ്യങ്ങളുണ്ട്. സങ്കടത്തിലാണ് എം സ്വരാജ്. പക്ഷേ പൂർണ്ണമായിട്ട് സങ്കടപ്പെടാൻ എം സ്വരാജിൻ്റെ അണികൾക്ക് സമയമായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. 1239 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുമ്പോഴും പക്ഷേ ഇനി അങ്ങോട്ടുള്ള ചില സ്ഥലങ്ങൾ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ടുണ്ടെങ്കിൽ, അതായത് UDFകാർക്കുള്ള ഭരണവിരുദ്ധ വികാരം, അങ്ങനെ തന്നെ പ്രത്യേകമായിട്ട് അവിടെ പറയണം, UDFകാർക്കുള്ള ഭരണവിരുദ്ധ വികാരം, CPM വിരുദ്ധ വികാരം വോട്ടായിട്ടുണ്ടെങ്കിൽ ആ വോട്ട് വീണിരിക്കുന്നത് ഒരു പങ്ക് PV അൻവറിന് കൂടെയാണ് എന്നത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. അൻവർ ഈ ഘട്ടത്തിൽ പിടിച്ചിരിക്കുന്ന വോട്ടുകളുണ്ടല്ലോ, അതായത് രണ്ടാം റൗണ്ട് 2866 വോട്ടുകൾ അൻവറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അൻവറിലേക്ക് എത്തിയ 2866 വോട്ടുകൾ നിശ്ചയമായിട്ടും LDFന്റെ ഭാഗത്തു നിന്ന് പോകേണ്ടതാണ്. പക്ഷേ പിണറായിസവും മരുമോനിസവും സതീശനിസവും ഒക്കെ നിലമ്പൂരുകാർ ചർച്ച ചെയ്തിട്ടുണ്ട്. നിശ്ചയമായിട്ടും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണണം. അദ്ദേഹത്തെ PV അൻവറിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ട് ഒരു ഇരുകക്ഷികൾ തമ്മിലുള്ള മത്സരം മാത്രമാണിത് എന്ന് കാണാൻ PV അൻവറിന്റെ നാട്ടുകാർ, നിലമ്പൂരുകാർ തയ്യാറായിട്ടില്ല എന്ന് തന്നെ കാണണം. അദ്ദേഹത്തിന്റെ നമ്പർ പിടിച്ച ഒരു ഒട്ടുനില കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് നമ്മുടെ സ്ക്രീനിലൂടെ കാണാൻ കഴിയും. 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 6444 വോട്ടാണ് LDF പിടിച്ചിട്ടുള്ളത്. UDF 7683, അൻവർ 2866, BJP 1148. ഈ ഘട്ടത്തിലൊക്കെ നമ്മൾ കാണേണ്ടത് നിശ്ചയമായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ PV അൻവറിൻ്റെ വോട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. 1239 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ എം സ്വരാജ്. ആ കാര്യത്തിൽ നല്ല ആശ്വാസത്തിനും ആഹ്ലാദത്തിനും വകയുണ്ട്. UDF മുതൽ 46 വരെയുള്ള ബൂത്തുകൾ എണ്ണുന്നു. അതിൽ 2 റൗണ്ട് പൂർത്തിയായി. ഇനിയുള്ളത് മൂന്നാമത്തെ ഒരൊറ്റ റൗണ്ട് കൂടിയേ ഉള്ളൂ. വഴിക്കടവിൽ നിന്നും നമുക്ക് ഇറങ്ങാനായി. വഴിക്കടവ് വഴി നിശ്ചയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത്.